നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജുവിന്റെ മാഡത്തിന്റെ വിവാഹം നടന്നിട്ടില്ല എന്ന് രാധ അറിയുമ്പോ അവളിനി എങ്ങനെ പ്രതികരിക്കും? മോള് ഞങ്ങളില്ലെന്നോർത്ത് വിഷമിക്കണ്ട. ചടങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ദിവസം മോളുടെ വീട്ടിലേക്ക് പോവാം. വിവാഹം കഴിക്കാതെയാ രാജുവിന്റെ ഒപ്പം ഹൃദയമ്മ എത്ര നാളും കഴിഞ്ഞത്. ദൈവമേ, ഈ കുട്ടികളെ എന്താ വിവേക കാട്ടിയ? ഇതെങ്ങാനും പുറം ലോകം അറിഞ്ഞ രാജു അടഞ്ഞു നിൽക്കുക. അവനെങ്ങാനും വർമ്മ സാറിനോട് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രിയേ, നീ പോയി ചായ എടുക്ക. ആ വേണോട്ടാ, ഇരിക്കെ, കാപ്പി കുടിക്കാം. ഓ, എനിക്കിപ്പോ വേണ്ട, നല്ല വിശപ്പില്ല. ആഹാ, അത് ശരി. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് ബഹളം വെച്ചത്. കാപ്പി കുടിക്ക്. വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? വേണ്ട, വർമ്മ സാറിന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണ്ട. നിങ്ങൾക്കത് എന്താ രാവിലെ? എന്താമേ, എന്തുപറ്റി? എടാ, നിന്റെ അച്ഛൻ പറയുന്ന കേട്ടില്ലേ? ഞങ്ങള് വർമ്മ സാറിന്റെ വീട്ടിലേക്ക് വരണ്ടാന്ന്. നിന്റെ കല്യാണത്തിന് റിസപ്ഷനെ ഞങ്ങള് വരാതിരുന്ന എങ്ങനെയാ? അച്ഛൻ എന്താ പറ്റിയേ? പറ്റിയതായിരിക്കല്ലേടി. എന്താ അച്ഛാ, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയണോടാ. അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന? ഇവര് വന്നത് ശരിയാവില്ല. അംബിക മാഡത്തിനൊന്നും ഇഷ്ടാവില്ല. അംബിക മാഡോ ദീപക്കും പതിവ് പോലെ എല്ലാവരെയും കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നല്ലൊരു ഫംഗ്ഷൻ വെറുതെ അലങ്കോലാവും. അതുകൊണ്ടാ. അല്ലെങ്കിലും ഇവരാരും വരാതിരിക്കുന്ന തന്നെയാ നല്ലത്. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടമ്മേ. നീയും അച്ഛന്റെ സൈഡായോ ഇപ്പൊ? എന്തൊരു കഷ്ടം ഇത്. എന്നാലും ആരും പോവാതിരുന്ന എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം. അത് വേണ്ട, ഞാൻ പൊക്കോളാം. എന്താ അങ്ങളെ, എന്തുപറ്റി? അല്ല, ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാല് അംബിക മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് പേടി. അതുകൊണ്ട് റിസപ്ഷന് ഞാൻ മാത്രമേ വരണുള്ളൂ. മോളിരിക്കെ, കാപ്പി കുടിക്കാം. മോനെ ഇരിക്കും. മോനെ, എനിക്ക് വിശപ്പില്ല രാധമേ. അത് ശരി. നിങ്ങൾക്ക് ആർക്കും വിശപ്പില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കിയത്? അമ്മേ, അവിടെ ഋതിക മാഡത്തിന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണില്ലേ? വർമ്മ സാറിന്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ ഋതിക മാഡത്തിന് ആഗ്രഹം കാണില്ലേ? അതാവും. ആ, അത് ഞാൻ ഓർത്തില്ല മോളെ. ശരി, എങ്കി പിന്നെ സമയം കളയണ്ട. നിങ്ങൾ നേരത്തെ അങ്ങ് ഇറങ്ങിക്കോ രാജു. അച്ഛൻ പിന്നാലെ അങ്ങ് വന്നോളൂ. എന്താ മോളെ? മോൾ എന്തിനാ കരയുന്നേ? വേണോട്ടം പറയുന്നത് ശരി. ഞങ്ങള് വന്ന അംബിക മാഡം എന്തെങ്കിലും പറഞ്ഞ മോൾക്കത് ഏറ്റുപിടിക്കേണ്ടി വരും. എന്തിനാ നല്ലൊരു ദിവസം സന്തോഷം ഞങ്ങളായിട്ട് കളയുന്നത്? അതല്ല രാധമ്മ. പിന്നെ രാധമ്മ.
മോളെ സാരയില്ല മോള് സന്തോഷായിട്ട് പോയിട്ട് വാ മോളെ. നല്ല കാര്യത്തിന് പോകുമ്പോ കരഞ്ഞോണ്ടാണോ പോകുന്നത്? മോളുടെ ആഗ്രഹം പോലെ വർമ്മ സാറ് നിങ്ങളുടെ വിവാഹം അംഗീകരിച്ചില്ലേ? ഇതിലും വലിയ സന്തോഷം വേറെന്താ? അതെ, ശരിയാ. ഈ കുട്ടികളെ എന്ത് ചതിയാ ദൈവമേ ചെയ്തത്? രാജുവിന്റെ ഹൃദയ മാഡത്തിന്റെ വിവാഹം നടന്നിട്ടില്ല എന്ന് രാധ അറിയുമ്പോ അവളിനി എങ്ങനെ പ്രതികരിക്കും? മോള് ഞങ്ങളില്ലെന്നോർത്ത് വിഷമിക്കണ്ട. ചടങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ദിവസം മോളുടെ വീട്ടിലേക്ക് പോവാം. അതെ, ശരി രാധമ്മ. പ്രിയ ചേച്ചി, സന്തോഷമായിട്ട് പോയിട്ട് വർദ്ധിക്കാം മാഡം. ചേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല ഏട്ടാ, എല്ലാം ഓക്കെ. രാജുവിനെ ഹൃദയം കാണുന്നില്ലല്ലോ. അവര് രണ്ടാളും വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ശേഖര, ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ടല്ലോ. നമ്മുടെ സ്ഥിരം വർക്കുകൾ ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ തന്നെയാ ഈ അറേഞ്ച്മെന്റ്സ്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട് അല്ലേ മോനെ? പിന്നെ ഉഗ്രനായിട്ടുണ്ട്. അല്ല, സിഎമ്മും സുകുമാരൻ ചേട്ടനും വരുമോ പ്രതാപ? ആ, ക്ഷണിച്ചിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമല്ലേ, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, നീ എന്താ റെഡിയാവാത്തെ? ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങാറായില്ലേ? ചെല്ലേ, ചെന്ന് നീ വേഗം റെഡിയായിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.